ഹലോ, എല്ലാവർക്കും SCRT സമഗ്രയിലേക്ക് സ്വാഗതം. 2025 ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ് വായിക്കുന്നത്. ഏപ്രിൽ 3-ാം തീയതി വഖഫ് ഭേദഗതി ബിൽ 2025 ലോക്സഭ പാസാക്കിയ ഡേറ്റാണ്. 2025 ഏപ്രിൽ 3-നാണ് ലോക്സഭ പാസാക്കിയത്. ബിൽ അവതരിപ്പിച്ചത് കേന്ദ്ര ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി കിരൺ റിജിജു ആണ് ബിൽ അവതരിപ്പിച്ചത്. വഖഫ് ഭേദഗതി ബില്ല് അറിയപ്പെടുന്നത് ഉമീഡ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉമീഡിന്റെ ഫുൾ ഫോം ആണ് UMEED, യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ഡെവലപ്മെന്റ് എന്ന പേരിൽ അറിയപ്പെടും. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലൻഡാണ്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡാണ്. 2025 പ്രമേയമാണ് അഭിവൃദ്ധിയും പ്രതിരോധ ശേഷിയും തുറന്നതുമായ ബിംസ്റ്റെക്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ പ്രമേയമാണ് അഭിവൃദ്ധിയും പ്രതിരോധ ശേഷിയും തുറന്നതുമായ ബിംസ്റ്റെക്. 5ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി ശ്രീലങ്കയാണ്. 5ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി 2022 ഉച്ചകോടിയുടെ വേദിയാണ് അത് ശ്രീലങ്കയാണ്. ചാന്ദ്രയാൻ 3ന്റെ ചാസ്റ്റേ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില അളന്നു. ചാന്ദ്രയാൻ 3ന്റെ ചാസ്റ്റേ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനടുത്തുള്ള താപനില അളന്നു. ചാന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയ ഡേറ്റ് എന്ന 2023 ഓഗസ്റ്റ് 23-നാണ് ചാന്ദ്രയാൻ 3 ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങിയത്. കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡറാണ് ഹോക്കി താരം PR ശ്രീജേഷ്. PR ശ്രീജേഷാണ് കേരള അഡ്വഞ്ചർ ടൂറിസത്തിന്റെ ബ്രാൻഡ് അംബാസിഡർ. ഹോക്കി താരം PR ശ്രീജേഷാണ്. 2025 കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയത് ഡോക്ടർ M ലീലാവതിയാണ്. 2025 കടമനിട്ട രാമകൃഷ്ണ ഫൗണ്ടേഷൻ പുരസ്കാരം നേടിയവരാണ് ഡോക്ടർ M ലീലാവതി. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സൺ ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥനാണ്. സ്പൈസസ് ബോർഡിന്റെ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ. ഏത് രാജ്യത്തെ സർക്കാരാണ് 2025 സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ചത്? മെക്സിക്കൻ സർക്കാരാണ്. സ്കൂളുകളിൽ ജങ്ക് ഫുഡ് നിരോധിച്ചത് മെക്സിക്കൻ സർക്കാരാണ്. സ്കൂൾ പ്രവേശനം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് 2025 ഏപ്രിലിൽ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് സ്കൂൾ ചലേഹം എന്നത് ഏത് സർക്കാരിന്റെ? മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആരംഭിച്ച ക്യാമ്പയിന്റെ പേരാണ് സ്കൂൾ ചലേഹം എന്നത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആരംഭിച്ച ക്യാമ്പയിനാണ്. 2029 ദാരിദ്ര്യം തുടച്ചു നീക്കുന്നതിനായിട്ട് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരംഭിച്ച സംരംഭത്തിന്റെ പേരാണ് സീറോ പോവർട്ടി P4 എന്നത് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ആരംഭിച്ച സംരംഭമാണ് സീറോ പോവർട്ടി P4. സ്കൂൾ ചലേഹം ആരംഭിച്ചത് മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആരംഭിച്ച ക്യാമ്പയിനാണ് സ്കൂൾ ചലേഹം. പോവർട്ടി P4 എന്നുള്ളത് ആന്ധ്രാപ്രദേശ് സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് സീറോ പോവർട്ടി P4. പ്രശസ്ത ഹോളിവുഡ് താരം വാൾ കിൽമർ അന്തരിച്ചു. വാൾ കിൽമറിന്റെ പ്രസിദ്ധമായ ചിത്രങ്ങളാണ് ടോപ്പ് ഗണ്ണ്, ബാറ്റ്മാൻ, ടോപ്പ് ഗണ്ണൊക്കെ പ്രസിദ്ധമായ ചിത്രങ്ങൾ. ഹോളിവുഡ് താരം വാൾ കിൽമർ അന്തരിച്ചു. രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ പേവിഷബാധ, പാമ്പുവിഷ വാക്സിൻ ഉറപ്പാക്കാനുള്ള പോർട്ടലിന്റെ പേരെന്താ? പോർട്ടലിന്റെ പേരാണ് ZooWin. ഇന്ത്യയിലെ ആരോഗ്യ കേന്ദ്രങ്ങളിലെ കേരള അർബൻ പോളിസി, അതായത് കേരള നഗരനയ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കേരള അർബൻ പോളിസിയുടെ ചെയർമാനാണ് M സതീഷ് കുമാറാണ് അർബൻ പോളിസി ചെയർമാൻ. കേരള നഗരനയ കമ്മീഷന്റെ ചെയർമാനാണ് M സതീഷ് കുമാറാണ്. റിസർവ് ബാങ്ക് ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ആരാ? RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഡോക്ടർ പൂനം ഗുപ്തയാണ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി നിയമിതനായത് ഡോക്ടർ പൂനം ഗുപ്തയാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സണായി നിയമിതനായത് ശിവ സുബ്രഹ്മണ്യ രാമനാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സൺ ആരാണ്? നിയമിതനായത് ശിവ സുബ്രഹ്മണ്യൻ കേട്ടോ. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായിട്ട് നിയമിതനായത് ഡോക്ടർ പൂനം ഗുപ്തയാണ്. പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ചെയർപേഴ്സണായി നിയമിതനായത് ശിവ സുബ്രഹ്മണ്യ രാമനാണ്. പ്രമുഖ ഭാഷാ പണ്ഡിതൻ ഡോക്ടർ TB വേണുഗോപാല പണിക്കർ അന്തരിച്ചു. കൂനൻതോപ്പ് എന്ന തമിഴ് നോവലിന്റെ മലയാള പരിഭാഷയ്ക്ക് വിവർത്തനത്തിനുള്ള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൂനൻതോപ്പ് എന്ന തമിഴ് നോവലിന്റെ മലയാള ട്രാൻസ്ലേഷനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. എന്താണ് പേര്? ഡോക്ടർ TB വേണുഗോപാല പണിക്കർ അന്തരിച്ചിട്ടുണ്ട്. തമിഴ് നോവലിന്റെ പേര് എന്താണ്? കൂനൻതോപ്പ്. ഡോക്ടർ TB വേണുഗോപാല പണിക്കറിന്റെ കൂനൻതോപ്പ് എന്ന മലയാള നോവലിന്റെ മലയാള ട്രാൻസ്ലേഷനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ട് എത്ര വർഷം തികഞ്ഞിട്ടുണ്ട്? 2025 എത്ര വർഷമാണ്? 100 വർഷം തികഞ്ഞു. കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരിച്ച് 100 വർഷം തികഞ്ഞു. 1925 ഏപ്രിൽ 3-ന് നിയമസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. 1925 ഏപ്രിൽ 3-ന്
1925 ഏപ്രിൽ 3-നാണ് നിയമസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു വനിതയെ, അതായത് അതാരാണ്, തോട്ടക്കാട് മാധവിയമ്മ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭയാണ് കൊച്ചി നിയമനിർമ്മാണ സഭ. ഇന്ത്യയിലെ ആദ്യമായിട്ട് ഒരു വനിതയെ നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട നിയമനിർമ്മാണ സഭ ഏതാണ്? കൊച്ചി നിയമനിർമ്മാണ സഭ. ഈ കൊച്ചി നിയമനിർമ്മാണ സഭയിലെ ആദ്യത്തെ വനിതയായിരുന്നു, നിയമസഭാ അംഗമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ. കൊച്ചി നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ട് എത്ര വർഷം തികഞ്ഞത്? 100 വർഷം തികഞ്ഞു. അപ്പൊ രൂപീകരിച്ചത് ഏത് വർഷമായിരുന്നു? 1925 ഏപ്രിൽ 3-നാണ് നിയമസഭയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചത്. SBI കാർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായത് സലീല പാണ്ഡെ. SBI കാർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായതാണ് സലീല പാണ്ഡെയാണ് SBI കാർഡിന്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO. MD ആൻഡ് CEO ആരാണ്? SBI കാർഡിന്റെ സലീല പാണ്ഡെ. കുംഭകോണം വെറ്റിലക്കും തോവാള മാണിക്യമാലക്കും അടുത്തിടെ GI ടാഗ് ലഭിച്ച ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? കുംഭകോണം വെറ്റിലക്കും, രണ്ട് ഐറ്റംസ് ആണ്, കുംഭകോണം വെറ്റില, തോവാള മാണിക്യമാല. അടുത്തിടെ GI ടാഗ് ലഭിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട്. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രം ഏത് ക്ഷേത്രമാണ്? പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പൈങ്കുനി ഉത്സവത്തിന് പേരുകേട്ട കേരളത്തിലെ ക്ഷേത്രമാണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതനായത് ആരാ? പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി നിയമിതനായത് നിധി തിവാരിയാണ് പ്രധാനമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായിട്ട് നിയമിതനായത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ്, വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവെച്ചു. ഉമീഡ് എന്ന പേരിലായിരിക്കും നിയമം അറിയപ്പെടുക. വഖഫ് ഭേദഗതി നിയമം പാർലമെന്റ് പാസാക്കിയ ഡേറ്റ് എന്ന, അതായത് ലോക്സഭ പാസാക്കിയ ഡേറ്റ് ആണ് 2025 ഏപ്രിൽ 3-നാണ് വഖഫ് ഭേദഗതി ബില്ല് ലോക്സഭ പാസാക്കിയത്. രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4-നാണ്. രാഷ്ട്രപതി സൈൻ ചെയ്തത് ഏപ്രിൽ 5, 2025 ഏപ്രിൽ 5-നാണ് സൈൻ ചെയ്തത്. അപ്പൊ എന്തൊക്കെ പറഞ്ഞത്? ലോക്സഭ പാസാക്കിയ ഡേറ്റ് ഏപ്രിൽ 3, രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4, രാഷ്ട്രപതി സൈൻ ചെയ്ത ബില്ല് പാസാക്കിയത് ഏപ്രിൽ 5, 2025-ലാണ്. സുപ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെയും തീരുമാനം അന്തിമമല്ല. 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ വ്യവസ്ഥ. ചരിത്ര സ്മാരകങ്ങളെ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ വ്യവസ്ഥയുണ്ട്. പട്ടികവർഗ ഭൂമിയെ വഖഫായി പ്രഖ്യാപിക്കുന്നതിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. പട്ടികവർഗത്തിന്റെ ഭൂമി വഖഫായി പ്രഖ്യാപിക്കുന്നതിന് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്തൊക്കെ പഠിച്ചത്? വഖഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് പാസാക്കിയ ഡേറ്റ് ഏപ്രിൽ 3, 2025-ലാണ്. രാജ്യസഭ പാസാക്കിയത് ഏപ്രിൽ 4-നാണ്. ബില്ല് രാഷ്ട്രപതി സൈൻ ചെയ്തത് ഏപ്രിൽ 5-നാണ്. ഏത് ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കാൻ കഴിയില്ല. വഖഫ് ബോർഡിന്റെയും ട്രൈബ്യൂണലിന്റെ തീരുമാനം അന്തിമമല്ല. 90 ദിവസത്തിനകം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാൻ വ്യവസ്ഥയുണ്ട്. ചരിത്ര സ്മാരകങ്ങളെ വഖഫായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ. പട്ടികവർഗത്തിന്റെ ഭൂമിയും വഖഫായി പ്രഖ്യാപിക്കുന്നതിന് സമ്പൂർണ്ണമായ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് പോയിന്റ് ആണ്, കോട്ടയം ജില്ലയിലെ തലനാട്ടിലും പരിസരങ്ങളിലും കൃഷി ചെയ്യുന്ന തലനാടൻ ഗ്രാമ്പൂവിന് ഭൗമസൂചിക പദവി. കോട്ടയം ജില്ലയിലെ തലനാട്ടിലും പരിസരങ്ങളിലും കൃഷി ചെയ്യുന്ന തലനാടൻ ഗ്രാമ്പൂവിന് ഭൗമസൂചിക പദവി ലഭിച്ചു. കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള 36 ഉൽപ്പന്നങ്ങളിൽ 23 എണ്ണം കാർഷിക ഉൽപ്പന്നങ്ങളാണ്. എത്ര എണ്ണമാണ് ലഭിച്ചിട്ടുള്ളത്? കേരളത്തിൽ നിന്ന് ഭൗമസൂചിക പദവി ലഭിച്ചിട്ടുള്ള 36 ഐറ്റംസിൽ 23 എണ്ണവും കാർഷിക ഉൽപ്പന്നം കേട്ടോ. 36 ഇനങ്ങളിൽ 23 എണ്ണവും കാർഷിക ഉൽപ്പന്നങ്ങളാണ്. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ആണ് കണ്ണാടിപ്പായ. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ഏതാണ്? അത് കണ്ണാടിപ്പായ കേട്ടോ. GI ടാഗ് ലഭിക്കുന്ന കേരളത്തിലെ ഏക ഹാൻഡിക്രാഫ്റ്റ് ആണ് കണ്ണാടിപ്പായ. മണിപ്പൂരിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണത്തിന് ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചു. മണിപ്പൂരിൽ ഏർപ്പെടുത്തിയ രാഷ്ട്രപതി ഭരണത്തിന് ലോക്സഭയുടെ അംഗീകാരം ലഭിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാ? കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതിനായിട്ട് പ്രഖ്യാപിച്ചത് ഹംഗറിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം ഹേഗ് ട്ടോ. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത് അത് ഹംഗറിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിലെ അംഗത്വം പിൻവലിക്കുന്നതായിട്ട് പ്രഖ്യാപിച്ചത് ഏത് രാജ്യമാണ്? ഹംഗറിയാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ ആസ്ഥാനം ഹേഗാണ്. ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ ആരാണ്? വിക്ടർ ഓർബാൻ ആണ് ഹംഗറിയുടെ പ്രൈം മിനിസ്റ്റർ. വിക്ടർ ഓർബാൻ ആണ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് ഏത് രാജ്യം? ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അർജന്റീനയാണ്. ഫിഫ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്ത്. ഓപ്പൺ AI CEO ആണ് സാം ആൾട്ട്മാൻ. ഓപ്പൺ AI യുടെ CEO ആണ് സാം ആൾട്ട്മാൻ ആണ്.
തായ്ലൻഡ് പ്രൈം മിനിസ്റ്റർ ആരാ? തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററാണ് ഷിനവത്ര. തായ്ലൻഡ് പ്രൈം മിനിസ്റ്ററാണ് ഷിനവത്ര. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡിലെ ബാങ്കോക്ക്. 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദിയാണ് തായ്ലൻഡിലെ ബാങ്കോക്ക് ആണ് 6ാമത് ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി. 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ അതായത് FHI ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനമാണ് ഒഡീഷ. 2025 ധനകാര്യ ആരോഗ്യ സൂചികയിൽ ഒന്നാം സ്ഥാനം നേടിയത് ഒഡീഷയാണ്. PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമാണ് പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറക്കലാണ്. PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യമാണ് പട്ടികജാതി സമൂഹങ്ങൾക്കിടയിലെ ദാരിദ്ര്യം കുറക്കലാണ് PM അജയ് പദ്ധതിയുടെ പ്രാഥമിക ലക്ഷ്യം. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് ഏത് ഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ഒരു വലിയ ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് ഏത് ഗ്രഹവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കൊടുങ്കാറ്റിന്റെ പേരാണ് ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ്. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് കേട്ടോ. ഗ്രേറ്റ് റെഡ് സ്പോട്ട് എന്നറിയപ്പെടുന്ന ആന്റി സൈക്ലോണിക് കൊടുങ്കാറ്റ് വ്യാഴവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സമീപകാല ഡാറ്റ പ്രകാരം 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ഇൻസ്റ്റലേഷൻ ഉള്ള സംസ്ഥാനം ഏത് സംസ്ഥാനത്താണ്? 2025 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് റെയിൽവേ സ്റ്റേഷനുകളിൽ ഏറ്റവും കൂടുതൽ സൗരോർജ്ജ ഇൻസ്റ്റലേഷൻ, ഏറ്റവും കൂടുതൽ സോളാർ ഇൻസ്റ്റലേഷൻ ഉള്ള സംസ്ഥാനമാണ് രാജസ്ഥാൻ കേട്ടോ. രാജസ്ഥാനിലെ റെയിൽവേ സ്റ്റേഷനുകളാണ് ഏറ്റവും കൂടുതൽ സോളാർ ഇൻസ്റ്റലേഷനുകളുള്ള സ്റ്റേറ്റാണ് രാജസ്ഥാനാണ്. ബാൽപാക്രം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ബാൽപാക്രം ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? മേഘാലയയിൽ കേട്ടോ. മേഘാലയയിലാണ് ബാൽപാക്രം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? മേഘാലയയിലാണ് ബാൽപാക്രം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ലോക അത്ലറ്റിക്സ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര ജാവലിൻ ത്രോ മത്സരം ആദ്യമായിട്ട് ഇന്ത്യയിൽ. ജാവലിനിൽ 2 ഒളിമ്പിക്സ് മെഡലിന് ഉടമയായ നീരജ് ചോപ്രയുടെ ബഹുമാനാർത്ഥമാണ് നീരജ് ചോപ്ര ക്ലാസിക് എന്നാണ് ടൂർണമെന്റിന് പേരിട്ടിരിക്കുന്നത്. ടൂർണമെന്റ് മെയ് 24 ഹരിയാനയിലെ പഞ്ച്കുളയിലെ ദേവിലാൽ സ്റ്റേഡിയത്തിൽ നടക്കും. എവിടെ നടക്കുന്നത്? ഹരിയാനയിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. ടോക്കിയോ ഒളിമ്പിക്സിൽ സ്വർണവും പാരീസ് ഒളിമ്പിക്സിൽ വെള്ളിയും നേടിയ നീരജ് ചോപ്ര ലോക അത്ലറ്റിക്സിലും നിലവിലെ സ്വർണ്ണ ജേതാവാണ്. 10 വർഷത്തോളമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ നേട്ടങ്ങൾ പ്രധാന പങ്കുവഹിക്കുന്ന മിഡ്ഫീൽഡർ കെവിൻ ഡി ബ്രൂയിൻ ക്ലബ്ബ് വിടുന്നു. ഡി ബ്രൂയിൻ സിറ്റിയിൽ ചേർന്ന ശേഷം പ്രീമിയർ ലീഗിലെ കൂടുതൽ അസിസ്റ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ്, 117. പ്രീമിയർ ലീഗിൽ ആകെ അസിസ്റ്റുകൾ രണ്ടാമത്തത് റയാൻ ഗിഗ്സിനാണ് രണ്ടാമത്. ഒരു സീസണിൽ കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡ് തിയറി ഹെൻറിക്കൊപ്പം പങ്കിടുന്നുണ്ടോ? 20 തവണ. ഒരു സീസണിൽ കൂടുതൽ അസിസ്റ്റ് എന്ന റെക്കോർഡ് തിയറി ഹെൻറിക്കൊപ്പം പങ്കിടുന്നു. 2 തവണ പ്രീമിയർ ലീഗ് പ്ലെയർ ഓഫ് ദി സീസൺ പുരസ്കാരം നേടി. 2 തവണ പ്രീമിയർ ലീഗിന്റെ പ്ലെയർ ഓഫ് ദ സീസൺ പുരസ്കാരം നേടി. 10 വർഷത്തോളമായിട്ട് മാഞ്ചസ്റ്റർ സിറ്റി ഫുട്ബോൾ ക്ലബിന്റെ നേട്ടങ്ങൾക്ക് പ്രധാന പങ്കുവഹിച്ച മിഡ്ഫീൽഡറിന്റെ പേരെന്താണ്? കെവിൻ ഡി ബ്രൂയിൻ ക്ലബ്ബ് വിടുന്നു. ഓക്കെ. ബ്രസീലിൽ വെച്ച് നടക്കുന്ന 2025 ബോക്സിൽ ലോകകപ്പ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരനാരാ? ഹിതേഷാണ്. ബ്രസീലിൽ വെച്ച് നടക്കുന്ന 2025 ബോക്സിൽ ലോകകപ്പ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരനാണ് ഹിതേഷ്. ഏത് സംസ്ഥാനത്താണ് ഹന്തലാംഗ്പുയി എന്ന പേരിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചത്? ഏത് സംസ്ഥാനത്താണ് ഹന്തലാംഗ്പുയി എന്ന പേരിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചത്? മിസോറാമിലാണ് ഹന്തലാംഗ്പുയി എന്ന പേരിൽ ശുചിത്വ ക്യാമ്പയിൻ ആരംഭിച്ചത് മിസോറാമിലാണ്. 2025 ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള P4 സംരംഭം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? ആന്ധ്രാപ്രദേശ്. 2029 ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള P4 സംരംഭം ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത്? അത് ആന്ധ്രാപ്രദേശിലാണ്. 2029 ദാരിദ്ര്യം തുടച്ചു നീക്കാൻ ലക്ഷ്യമിട്ടുള്ള P4 സംരംഭം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ക്യൂഷു ഏത് രാജ്യത്തിന്റെ ദ്വീപാണ് ക്യൂഷു എന്നത്? അത് ജപ്പാന്റെ ദ്വീപാണ് കേട്ടോ. ജപ്പാന്റെ ദ്വീപാണ്. അടുത്തിടെ വാർത്തകളിൽ ഇടം നേടിയ ക്യൂഷു എന്നത് ജപ്പാന്റെ ദ്വീപാണ്. അടുത്തിടെ ചപ്പാറ്റ മുളക് തക്കാളി മുളക് എന്നറിയപ്പെടുന്നു. ചപ്പാറ്റ മുളക് ഭൂമിശാസ്ത്രപരമായ സൂചന GI ടാഗ് ലഭിച്ചു. ഇത് ഏത് സംസ്ഥാനത്തിൻ്റെതാ? ചപ്പാറ്റ മുളക് അതായത് തക്കാളി മുളക് GI ടാഗ് ലഭിച്ചത് ഏത് സംസ്ഥാനത്തിൻ്റെതാണിത്? ചപ്പാറ്റ മുളക് തെലങ്കാനയുടേതാണ് ചപ്പാറ്റ മുളക് GI ടാഗ് ലഭിച്ചു. അസോല ബട്ടി വന്യജീവി സങ്കേതം ഏത് പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അസോല ബട്ടി വന്യജീവി സങ്കേതം ആരവല്ലി പർവ്വത നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏത് അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമായത്?
ഏത് അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമായത്? റോം സ്റ്റാറ്റ്യൂട്ട്. ആൻസർ എന്താണ്? റോം സ്റ്റാറ്റ്യൂട്ട് എന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ICC സ്ഥാപിതമായത്. എന്താണ് കരാറിന്റെ പേര്? റോം സ്റ്റാറ്റ്യൂട്ട്. റോം സ്റ്റാറ്റ്യൂട്ട് എന്ന അന്താരാഷ്ട്ര കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമായത്. വാർത്തകളിൽ കണ്ട ഹേഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ ഏത് സമുദ്രത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഹേഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ്. ഹേഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സമുദ്രത്തിലാണ്? ഇന്ത്യൻ മഹാസമുദ്രത്തിലാണ് ഹേഡ് മക്ഡൊണാൾഡ് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ സംസ്ഥാനത്തിന് അടുത്തിടെ ഭൂമിശാസ്ത്ര സൂചിക അതായത് GI ടാഗ് ലഭിച്ച ഒരു പരമ്പരാഗത ഗോത്ര കരകൗശല വസ്തുവായ ഏതാണ്? അത് കണ്ണാടിപ്പായട്ടോ. കണ്ണാടിപ്പായയാണ് ഇന്ത്യൻ സംസ്ഥാനത്തിന് അടുത്തിടെ ഭൂമിശാസ്ത്ര സൂചിക അതായത് GI ടാഗ് ലഭിച്ച ഒരു പരമ്പരാഗത ഗോത്ര കരകൗശല വസ്തുവായ കണ്ണാടിപ്പായ. ഏത് സംസ്ഥാനത്തിന്റെയാണ് കണ്ണാടിപ്പായ? അത് കേരളത്തിന്റെ കേട്ടോ. കേരളത്തിന്റേതാണ് കണ്ണാടിപ്പായ. GI ടാഗ് ലഭിച്ച പരമ്പരാഗത ഗോത്ര കരകൗശല വസ്തുവിന്റെ പേരാണ് കണ്ണാടിപ്പായ. ഏത് സംസ്ഥാനത്തിന്റേതാണ്? അത് കേരളത്തിനാണ്. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത പ്രസിഡന്റാണ് യുൻ സുക്കിയോൾ ട്ടോ. പട്ടാള നിയമം പ്രഖ്യാപിച്ചതിന് ദക്ഷിണ കൊറിയൻ പാർലമെന്റ് ഇംപീച്ച് ചെയ്ത പ്രസിഡന്റ് ആരാണ്? യുൻ സുക്കിയോൾ. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ഏത് മന്ത്രാലയമാണ് നടപ്പിലാക്കുന്നത്? വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം ഏത് മന്ത്രാലയം നടപ്പിലാക്കുന്നത്? ആഭ്യന്തര മന്ത്രാലയം നടപ്പിലാക്കുന്നത്. വൈബ്രന്റ് വില്ലേജസ് പ്രോഗ്രാം നടപ്പിലാക്കുന്ന മന്ത്രാലയം ആഭ്യന്തര മന്ത്രാലയമാണ്. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കരകൗശല ഉൽപ്പന്നമാണ് കണ്ണാടിപ്പായ. ഭൗമസൂചിക പദവിയിൽ ഇടം പിടിച്ച കേരളത്തിലെ ആദ്യ ആദിവാസി കണ്ണാടിപ്പായാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന് 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായർ. 2024 സമസ്ത കേരള സാഹിത്യ പരിഷത്തിന്റെ 2024 സമഗ്ര സംഭാവന പുരസ്കാരത്തിന് അർഹനായത് വി മധുസൂദനൻ നായരാണ്. നാഷണൽ മാരിടൈം ഡേ എന്നാണ്. ഏപ്രിൽ 5 ആണ് നാഷണൽ മാരിടൈം ഡേ ആണ്. ഏപ്രിൽ 5. തമിഴ്നാട്ടിലെ കാൾ മാക്സിന്റെ പ്രതിമ സ്ഥാപിതമാകുന്നത് എവിടെയാണ്? അത് ചെന്നൈയിലാണ്. കാൾ മാക്സിന്റെ പ്രതിമ സ്ഥാപിക്കുന്നത് ചെന്നൈയിലാണ്. ദേശസ്നേഹ സിനിമകളിലൂടെ ജനപ്രിയ നായകനായി മാറിയ ബോളിവുഡ് നടൻ മനോജ് കുമാർ അന്തരിച്ചു. ദേശഭക്തി സിനിമകളിലൂടെ പ്രശസ്തനായ മനോജ് കുമാറിനെ ഭരത് കുമാർ എന്നാണ് വിളിച്ചിരുന്നത്. 1992 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 2015 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്, 92 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നായക താരമായിരുന്ന രവികുമാർ അന്തരിച്ചു. മലയാള സിനിമയിലെ ശ്രദ്ധേയനായ നായക താരമായിരുന്ന രവികുമാർ അന്തരിച്ചു. 1975 AB രാജന്റെ ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ നായകനാകുന്നത്. ഓക്കെ, താങ്ക് യു.